ഞാൻ സെഞ്ചുറിയിലേക്ക് എഴുതിത്തരാം. ഡോക്ടർ ഷിബു ജയരാജ് എന്റെ ഫ്രണ്ടാണ്. ഇത്തരം കേസുകൾ അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ മിസ്റ്റർ ശ്യാം, അധികം വൈകണ്ട. വേണ്ട പ്രിപ്പറേഷൻസ് എടുത്തോളൂ. ശരി. ധൈര്യമായിരിക്കും ശ്യാം, ഒക്കെ ശരിയാവും. താങ്ക് യു സാർ. കോടി കോടി ആത്മാക്കൾക്ക് മോക്ഷമാർഗമാകുന്ന പുണ്യതീരം. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മാതാവിനെ വധിച്ച പരശുരാമൻ മാതാവിൻ്റെ ആത്മാവിന് മോക്ഷമേകുവാനും തൻ്റെ പാപത്തിൽ നിന്ന് മുക്തനാകുവാനും വേണ്ടി ഈ തീരത്ത് വന്ന് ബലിയിട്ടു എന്നാ വിശ്വാസം. ഈ മണ്ണിൽ സ്പർശിക്കുന്നതും ഈ പുഴയിൽ സ്നാനം ചെയ്യുന്നതും പുണ്യ. ഇതിലെ മീനുകൾ പിതൃക്കളാണെന്ന വിശ്വാസം. നമ്മ വിട്ട് പിരിഞ്ഞു പോയവർ. കാക്കകളെപ്പോലെ ഇവർക്കും ബലിച്ചോറല്ലേ ഊട്ടാറ്. സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പോലും മരിച്ചു എന്ന് സങ്കല്പിച്ച് ബലിയിടാറുണ്ട്. അതൊരു കർമ്മ. അതോടെ എല്ലാ ബന്ധങ്ങളും അറ്റു. പിന്നെ ഈശ്വരനിലേക്കുള്ള വഴി മാത്രമാവും. എനിക്കിപ്പോ ജീവിച്ചിരിക്കുന്നവരെന്ന് പറയാൻ ആരുമില്ലല്ലോ അമ്മേ. എല്ലാവരും നേരത്തെ അങ്ങ് പോയില്ലേ? അവരോടുള്ള കടമ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു ബലിയിട്ടോളൂ. അതുകൂടി തീർന്നോട്ടെ. കടമകളോ? എൻ്റെ കടമകളൊക്കെ ഞാൻ തീർത്തതല്ലേ അമ്മേ. പെറ്റു വളർത്തി പറക്കമുറ്റാറാക്കിയില്ലേ ഞാൻ. എന്നോടുള്ള കടമകൾ ബാക്കി വച്ചിട്ടല്ലേ അവർ രണ്ടുപേരും പോയത്. എല്ലാം ദൈവനിശ്ചയം. അവരിപ്പോ ഇവിടെ ഉണ്ടാവും. മോടെ മക്കൾ ഒരു പിടി ചോറോ ഒരു കുമ്പിൾ വെള്ളമോ അമ്മയുടെ കൈകളിൽ നിന്ന് മോഹിച്ച് രണ്ടാൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഉണ്ടാവും, തർക്കമില്ല. അതങ്ങനെയാ.
പറഞ്ഞില്ലേ? മിടുക്കിയായല്ലോ മോള്. ദേ, കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, ഒരു ഉരുള കൂടി കഴിക്കും മോളെ. കഴിക്ക്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. മോളി ചേച്ചി ഇവിടെ ഇല്ലേ? ഏതായാലും ക്ലാരക്കുഞ്ഞ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അകത്ത് കയറി നോക്കിക്കളയാ. മോളി ചേച്ചിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ലാരക്കുഞ്ഞ് കയറി വന്നാൽ എന്തോ ചെയ്യും. എന്നെ ഇവിടെ നിന്ന് വീണ്ടും അടിച്ചിറക്കുന്ന കാര്യം ഉറപ്പാ. ഒരു ഫോട്ടോ വരുത്തി വെച്ച വിനയെ, കർത്താവേ. അല്ലെങ്കിൽ വേണ്ട, ഈ വഴി അടുക്കളയിലേക്കില്ല, അതാ നല്ലത്. മോളി ചേച്ചി, എന്റെ പൊന്നു മോളി ചേച്ചി, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്. എന്നും വിചാരിച്ച് ഇവിടെ വന്ന് മോളി ചേച്ചിയും തരകൻ സാറിനെ ഒന്ന് കാണണമെന്ന്. പക്ഷെ എങ്ങനെ വരും? ക്ലാരക്കുഞ്ഞ് എന്നെ ഇവിടെ നാട്ടി ഇറക്കുന്നത് മോളി ചേച്ചിയും കണ്ടതല്ലേ. ക്ലാരക്കുഞ്ഞ് ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയാൽ ഞാൻ പാത്തും പതുങ്ങി ഇപ്പൊ ഇവിടെ വരുന്നത്. അത് മറ്റാരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ, സ്വന്തം കയ്യിലിരിപ്പുണ്ട് തന്നെയല്ലേ. ശരിയാ മോളി ചേച്ചി, ശരിയാ. കാലക്കേട് സമയത്ത് തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തണക്കായി എന്റെ കാര്യം. ആ നശിച്ച ഫോട്ടോ എന്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ആ ഫോട്ടോ എന്റെ കയ്യിൽ തരാൻ മേലായിരുന്നോ? പീലിപ്പോസ് അതും കൊണ്ട് ഈ നാട് മുഴുവൻ പാടി നടന്നില്ലേ. മോളി ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ ആകെ ധർമ്മസങ്കടത്തിലാ. ആ രേണുക കേസ് വീണ്ടും അന്വേഷിക്കുന്നു. ആ ഫോട്ടോയുടെ കാര്യത്തിൽ CA എന്നെയും പിടിച്ചകത്തിടുമെന്നാ എനിക്കിപ്പോ സംശയം. നിന്നെ CI ചോദ്യം ചെയ്തോ? ഇതുവരെ ചോദ്യം ചെയ്തില്ല, പക്ഷെ ചെയ്തേക്കും. അത് നിനക്കെങ്ങനെ അറിയാം? ഒന്നുമില്ലേലും ഞാനും കുറച്ചാൾ ഗുമസ്തനായിരുന്നല്ലേ. ആ വകയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കും അറിയാം മോളി ചേച്ചി. ക്ലാരക്കുഞ്ഞിനെയും ചോദ്യം ചെയ്യും. നമ്മളെ തരകൻ സാറിനെ കൊണ്ട് എന്തെങ്കിലും രക്ഷാമാർഗം കണ്ടെത്തിയേ പറ്റൂ. മോളി ചേച്ചി തരകൻ സാറിനോടൊന്ന് പറയണം. എന്താ മോളി ചേച്ചി ഒന്നും മിണ്ടാത്ത? ഞാൻ പറയാം പീലിപ്പോസേ, ഇച്ചായനോട് ഞാൻ പറയാം. രേണുകയെ കൊല്ലാൻ നോക്കിയത് ആ ഗിരിക്കുഞ്ഞ. അയാൾ ആ കുറ്റം കോടതി സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും അതിന്റെ പേരിൽ ഒരു അന്വേഷണം. അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ദൈവം തമ്പുരാൻ ഗിരിക്കുഞ്ഞിന് തക്ക ശിക്ഷ എന്നെ കൊടുത്തു, അതു മതി. പിന്നെ ശ്യാംസാറിന്റെ പെങ്ങളെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. ഇങ്ങോട്ട് വാ വാ.
വേണ്ട. മോളെ ശാലു, ഞാനും ഗംഗയും നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. വളരെ മോശമായി പെരുമാറിയിട്ടുമുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് മോളൊന്ന് ഓർത്തു നോക്കിയേ. ആ, മോളെ നിങ്ങ് വന്നേ, വാ.